കാരണം നമ്മുടെ ഫുട്ബോൾ രക്ഷപ്പെടും, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ രക്ഷപ്പെടും, അവർക്ക് കൂടുതൽ ഓപ്പണിംഗ് വരും എന്ന് പറഞ്ഞാൽ ആ ഒരു സെനാരിയോയിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മുസ്തഫ കോച്ച് ചോദിച്ച നേരത്തെ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഇറ എന്ന് പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ SBT കളിച്ചിരുന്ന കാലഘട്ടം, കേരള പോലീസ് കളിച്ചിരുന്ന കാലഘട്ടം, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരുപാട് മലയാളി താരങ്ങൾ കളിക്കുന്ന കാലഘട്ടം. നമ്മുടെ കേരള ഫുട്ബോളിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അൾട്ടിമേറ്റ് നമ്മൾ ഇന്ത്യയിലുള്ള നമ്മളല്ലേ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവരുടെ ലീഗാണ്. അപ്പോൾ ആ ലീഗിലെ പല ക്ലബ്ബുകളും വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഇൻസൈറ്റ് ഫുട്ബോൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ആ സമയത്താണ് കേരള ഫുട്ബോൾ വളരെ ഇന്ത്യൻ അസോസിയേഷനിൽ വളരെ പ്രബലമായ അനിൽകുമാറിനെ പോലത്തെ വളരെ പ്രബലരായി ലീഡ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരണം, സൂപ്പർ ലീഗ് കേരള എന്ന് പറയും. അപ്പോൾ അതൊരു സ്ട്രൈറ്റ് ലുക്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ് നമുക്ക് തോന്നും. വലിയ മാറ്റങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ വരുന്നു എന്നുള്ള നമുക്ക് പ്രതീതി ഉണ്ടാക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഒരു ഫുട്ബോൾ ഡെവലപ്പ് ആവണം. നമ്മൾ പറയുന്ന ഇത് ബിസിനസ് പരമായിട്ട് ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടേക്കാം. അപ്പം ഞാനും നിങ്ങളും കാണുന്ന ഫുട്ബോൾ രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഫോറിൻ കോച്ചുമാർ വേണം, അതിൻ്റെ അർത്ഥം ക്വാളിഫൈഡ് ആയ കോച്ചുമാർ വേണം, ഫോറിൻ പ്ലേയേഴ്സ് വേണം, അങ്ങനെ കുറേ ISL നിബന്ധന പോലെ ഇതിനും കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിന് മുന്നേ നടത്തിയ കേരള പ്രീമിയർ ലീഗ് എന്താ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കേരള പ്രീമിയർ ലീഗിൽ 2016, 17, 18 വരച്ച് 3 സീസണിൽ കളിച്ചൊരു കോച്ചാണ്. അതിൽ ഒരു സീസൺ റണ്ണറപ്പ് ആയ കോച്ചാണ്. അപ്പം നിങ്ങൾ അന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖച്ഛായ മാറ്റാനാണ് ഞങ്ങൾ ഈ പ്രീമിയർ ലീഗ് കൊണ്ട് മുഖച്ഛായ മാറിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം.